എല്ലാ മാന്യ സ്നേഹിതർക്കും സ്നേഹവന്ദനങ്ങൾ. ഇസ്രായേൽ യുദ്ധം ആരംഭിച്ചിട്ടേ ഉള്ളൂ എന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിൽ അറിയിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഹമാസ് ആണ് ഈ യുദ്ധം ഇപ്പോൾ തുടങ്ങി വച്ചത്. അനാവശ്യമായി പ്രകോപിതരല്ലാതിരുന്ന സമയത്ത് ഇസ്രായേലിനെ അവരുടെ രാഷ്ട്രത്തിൽ കയറി ഉപദ്രവിക്കുകയും അവരിൽ അനേകരെ ബന്ധികളാക്കി കൊണ്ടുപോവുകയും ചെയ്ത ഒരു നീചമായ സംഭവം അത് ചെയ്തു തുടങ്ങിയത് ഹമാസ് ആണ്. ഹമാസിലെ മുഴുവൻ അംഗങ്ങളെയും കൊന്നൊടുക്കിയിട്ട് യുദ്ധം അവസാനിക്കൂ എന്ന പ്രഖ്യാപനത്തോടു കൂടിയാണ് ബെഞ്ചമിൻ നെതന്യാഹു യുദ്ധം ആരംഭിച്ചു വെച്ചത്. എന്നാൽ അതിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെയൊക്കെ കൊല്ലുവാൻ കഴിഞ്ഞു എന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ശ്ലാഘനീയമായ ഒരു കാര്യം തന്നെയാണ്. അതിനോടുള്ള ബന്ധത്തിലാണ് കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പ് ഇറാനിലെ പ്രധാനമന്ത്രിയുടെ സ്ഥാനാരോഹണ ചടങ്ങിനോടുള്ള ബന്ധത്തിൽ പങ്കെടുക്കുവാൻ വന്ന ഹമാസിന്റെ നേതാവ് ഇസ്മായിൽ ഖനിയയെ ഇറാനിൽ വച്ച് വധിക്കുന്നത്. അത് സംഭവിച്ചത് വാസ്തവത്തിൽ ഇറാന് ഒരു വല്ലാത്ത പ്രഹരമായി എന്നതിന് സംശയമൊന്നും വേണ്ട. അതിന് മറുപടി ഉടനെ കൊടുക്കണമെന്ന് അയത്തുള്ള ഖൊമാനി ആവശ്യപ്പെട്ടു. അയാളാണ് ഇറാന്റെ പരമോന്നത കസേരയിൽ ഇരിക്കുന്ന ആള്. അവിടുത്തെ മതത്തിന്റെ അധ്യക്ഷനാണ് അയാള്. അപ്പൊ തന്നെ രാഷ്ട്രത്തിന്റെ അധ്യക്ഷനായിരിക്കുന്ന പ്രധാനമന്ത്രി അതിനെ സപ്പോർട്ട് ചെയ്യാൻ തയ്യാറായില്ല. കാരണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മുൻ പ്രധാനമന്ത്രി ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു. ഹമാസിന്റെ നേതാവ് ഇസ്മായിൽ ഖനിയെ അവരുടെ ആസ്ഥാനത്ത് വെച്ച് തന്നെ കൊന്നിരിക്കുന്നു. മാത്രവുമല്ല, ഈ ഒരു സാഹചര്യത്തിൽ ഇറാന് യുദ്ധം ചെയ്യാൻ പാകമായ ഒരു സാഹചര്യമല്ല എന്നും അതുകൊണ്ടൊരു യുദ്ധം ആവശ്യമില്ല എന്നുമാണ് അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ആവശ്യം. മാത്രവുമല്ല, ഖനിയയുടെ കൊലപാതകത്തോടനുബന്ധിച്ച് അതിനകത്ത് പട്ടാളക്കാരുടെ ചാരപ്രവർത്തി നടന്നിട്ടുണ്ട് എന്ന കാരണത്താലൊക്കെ ഇതാരൊക്കെ ഏതൊക്കെ പക്ഷത്താണ് നിൽക്കുന്നതെന്ന് കൃത്യമായി ധാരണയില്ലാത്തത് കൊണ്ട് ഇത് യുദ്ധത്തിന് പറ്റിയൊരു സമയമല്ല എന്നുള്ളതിനാൽ ഇറാന്റെ രാഷ്ട്രീയ നേതൃത്വവും സൈന്യാധിപന്മാരുമൊക്കെ യുദ്ധത്തിൽ നിന്ന് മാറി നിൽക്കാൻ ആഗ്രഹിക്കുമ്പോഴും മത അധ്യക്ഷന് യുദ്ധം ചെയ്തേ മതിയാവും. റഷ്യൻ പ്രസിഡന്റ് പുടിനെ കാണുകയും ഈ യുദ്ധത്തിന് ആവശ്യമായ സപ്പോർട്ട് ചോദിക്കുകയും ചെയ്തു. എങ്കിലും പുടിനും പറഞ്ഞത് അതാണ്, ആയുധങ്ങളൊക്കെ തരാൻ ഞങ്ങൾ തയ്യാറാണ്, പക്ഷെ ഈ ഘട്ടത്തിൽ അമേരിക്കയും ബ്രിട്ടനും സഖ്യകക്ഷികളും ഒക്കെ ഇസ്രായേലിനെ പിന്തുണച്ചുകൊണ്ട് ടൺ കണക്കിന് ആയുധം ഇസ്രായേലിന് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇറാൻ ഇസ്രായേലിനെ അടിക്കുന്ന ഒരു ഘട്ടം ഉണ്ടായാൽ അത് ഇറാൻ എന്ന രാഷ്ട്രം തന്നെ ചിലപ്പോൾ ഭൂപടത്തിൽ ഇല്ലാത്തൊരു അന്തരീക്ഷത്തിലേക്ക് കൊണ്ടെത്തിച്ചേക്കാം. അതുകൊണ്ട് തൽക്കാലം നിന്നോളൂ എന്ന് പുടിൻ അവർക്ക് ഒരു സന്ദേശം നൽകി. അതുകൊണ്ടും അയത്തുള്ള ഖൊമാനിക്ക് സമാധാനം വരുന്നില്ല. അയത്തുള്ള ഖൊമാനിക്ക് ഇപ്പോൾ ഇസ്രായേലിനെ അടിച്ചേ തീരും. അപ്പൊ നേരിട്ടടിക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് ഹിസ്ബുള്ളയെ കൂട്ടുപിടിച്ചുകൊണ്ട് ലെബനോനെ ബേസ് ആക്കി നിർത്തിക്കൊണ്ട് അടിക്കാനുള്ള ശ്രമം നടത്തി. ഈ ഞായറാഴ്ച ഇസ്രായേലിന്റെ ബെയ്റൂട്ടിൽ അവരുടെ പ്രധാന ഓഫീസുകൾ ഇരിക്കുന്ന ഇടവും അവരുടെ വിമാനത്താവളം ഇരിക്കുന്ന ഇടവുമായ ബെയ്റൂട്ടിൽ കൃത്യമായ റോക്കറ്റ് ആക്രമണം ഉണ്ടാകും എന്ന് അവരുടെ ചാരക്കണ്ണുകൾ കണ്ടുപിടിക്കുകയും എവിടെ നിന്നാണോ പറന്നുയർന്ന് ബെയ്റൂട്ടിലേക്ക് പതിക്കുവാൻ സാധ്യതയുള്ളത് ആ കൃത്യമിടങ്ങളിൽ തന്നെ അവരുടെ ലോഞ്ചിങ് പോയിന്റുകളിൽ തന്നെ ബോംബ് വർഷിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ ലെബനന്റെ കഥ ഏറെക്കുറെ തീരാറായി. ലെബനൻ എന്ന രാഷ്ട്രത്തിന് തിരിച്ചു പിടിച്ചു നിൽക്കാൻ ഒക്കില്ല ഹമാസ് നിന്നതുപോലെ. കാരണം ഹമാസിനെ ഒരു ഭീകരവാദ സംഘടനയെ നേരിടുന്ന രീതിക്കേ നേരിടാൻ പറ്റത്തുള്ളൂ. പക്ഷെ ലെബനൻ അങ്ങനെയല്ല, ഒരു രാഷ്ട്രമാണ്. ആ രാഷ്ട്രത്തെയൊക്കെ നിസ്സാരം പോലെ അടിച്ചു തകർക്കാൻ കഴിയും. അപ്പോൾ ഇറാന്റെ ശേഷിക്ക് വലിയ തകരാറ് വരാതെ നിൽക്കുകയും ചെയ്യാം, ലെബനൻ തകരുകയും ചെയ്യും. ആ ഒരു നിലയിലാണ് ഇപ്പോഴത്തെ കഥ നീങ്ങിയിരിക്കുന്നത്. ആ ഘട്ടത്തിലാണ് പുറകിലിരുന്നു കൊണ്ട് ഖൊമാനി ചൊറിയുന്നത് ബെഞ്ചമിൻ നെതന്യാഹുവിനെ കൊല്ലും, അയാളുടെ മകനെ കൊല്ലും എന്നൊക്കെ പറഞ്ഞു. അവിടെയാണ് ബെഞ്ചമിൻ നെതന്യാഹു കൃത്യമായ ഒരു സന്ദേശം നൽകിയിരിക്കുന്നത്. യുദ്ധം ആരംഭിച്ചിട്ടേ ഉള്ളൂ, ഇത് അവസാനിക്കില്ല.
സകല ശത്രുക്കളും കീഴടങ്ങി ഞങ്ങൾക്ക് സമാധാനമായി എന്ന് ഉറപ്പു വരുന്നതുവരെ ഞങ്ങൾ യുദ്ധം നടത്തും എന്നും അതിനാവശ്യമായ ആർജവം ഞങ്ങൾക്കുണ്ട് എന്നും പ്രധാനമായി അയത്തുള്ള ഖൊമനിയെ പേരെടുത്തു പറഞ്ഞ് പരാമർശിച്ചിരിക്കുന്നതിൽ നിന്നും ഖൊമേനി കൊല്ലപ്പെടാനുള്ളവരുടെ ലിസ്റ്റിൽ ചേർക്കപ്പെട്ടു എന്ന് ഉറപ്പായിരിക്കുന്നു. നമുക്കറിയാം, മൊസാദ് എന്ന ഇസ്രായേലിന്റെ ചാരസംഘടനയ്ക്ക് ഫൈനൽ ഒപ്പിട്ട് കൊടുക്കുന്നത് അവിടുത്തെ പ്രൈം മിനിസ്റ്റർ ആയിരിക്കുന്ന നെതന്യാഹു ആണ്. ഒരാളെ കൊല്ലുവാനുള്ള ക്രമീകരണങ്ങൾ, ആരെയൊക്കെയാണ് കൊല്ലേണ്ടതെന്ന് ലിസ്റ്റ് അവരെടുക്കുന്നു, അവരെ എങ്ങനെ കൊല്ലാം എന്നതിനെ കുറിച്ചുള്ള പഠനം നടത്തുന്നു, എവിടെ വെച്ച് കൊല്ലാം, എങ്ങനെയാണ് അതിന്റെ രീതി എന്നതിനെ കുറിച്ചുള്ള പഠനം നടത്തി അതിന്റെ ഒരു എക്സസൈസ് ഒക്കെ കഴിഞ്ഞാൽ ഫൈനൽ റൗണ്ടിലേക്ക് പോകുന്നതിന് മുമ്പാണ് അവരുടെ പ്രധാനമന്ത്രിയിൽ നിന്നവര് ഒപ്പുമേടിക്കുന്നത്. അയാൾ അനുവാദം നൽകി കഴിഞ്ഞാൽ ഇവർക്ക് വിധി നടപ്പിലാക്കാം. അങ്ങനെയാണ് എങ്കിൽ ഇപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഈ ഒരു പ്രഭാഷണം പുറത്തു വന്നതിൽ നിന്നും ഖൊമേനിയെ ലിസ്റ്റിൽ പെടുത്തി ബെഞ്ചമിൻ നെതന്യാഹു ഒപ്പിട്ടിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിന്റെ അർത്ഥം മണിക്കൂറുകൾക്കകം അല്ലെങ്കിൽ ദിവസങ്ങൾക്കകം ഖൊമേനിയുടെ കാര്യത്തിൽ തീരുമാനമാകും. ഇത് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള വലിയ യുദ്ധത്തിന് പിന്നെയും കാരണം വഴിവെക്കുമെന്നതിന് സംശയമൊന്നും വേണ്ട. അപ്പോൾ ഇവിടെ ചില പത്രക്കാരും ചില യൂട്യൂബുകാരും ഒക്കെ പറയുന്നത് കേട്ടു, ഹമാസിന്റെ യാഹ്യ സിൻവാർ എത്തിയതോടുകൂടി ഇസ്രായേൽ വിരണ്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇവിടെ വാർത്തകൾ പറയുന്നത് കേട്ടു. ചിരിച്ച് മണ്ണ് തപ്പ് അല്ലാതെ വേറൊന്നും ചെയ്യാൻ നിവൃത്തിയില്ല. യാഹ്യ സിൻവാറിന് ഒന്ന് ഉച്ചത്തിൽ തുമ്മാൻ പോലും നിവൃത്തിയില്ലാത്ത വിധം ആൾ എവിടെയോ ഭരണിക്കകത്ത് ഒളിച്ചിരിക്കുകയാണ്. പുറത്തിറങ്ങിയാൽ അയാളുടെ തല പോകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അയാൾക്ക് വെളിച്ചത്തിറങ്ങാൻ നിവൃത്തിയില്ല. അപ്പോഴാണ് ഇവിടെ ഓരോ ആൾക്കാരും ഓളം വെച്ചുകൊണ്ടിരിക്കുന്നത്, യാഹ്യ സിൻവാർ വന്നതോടുകൂടി ഇസ്രായേൽ വരണ്ടിരിക്കുന്നു. ഇസ്രായേൽ ഒരിടവും വരണ്ടിട്ടൊന്നുമില്ല. ടൺ കണക്കിനാണ് ഇസ്രായേലിന് അമേരിക്ക ആയുധങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ ആയുധം വാരി എറിഞ്ഞാൽ മാത്രം മതി, പൊട്ടിക്കേണ്ടതാണ് എന്റെ ചിന്ത. വാരി എറിഞ്ഞാൽ മാത്രം മതി, ഈ രാഷ്ട്രങ്ങൾ തകരും. അത്രയ്ക്കുള്ള സാധനമാണ് കൊണ്ട് ലോഡ് ചെയ്യുന്നത്. മാന്യ സുഹൃത്തുക്കളെ, ഈ ഒരു സംഭവവും വാസ്തവത്തിൽ ഈ സ്ഥലത്ത് സംഭവിക്കേണ്ടതില്ല. ഈ ഒരു തുലഞ്ഞ ഫിലോസഫി, ഒരു നശിച്ച ഫിലോസഫി 1500 കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ ഭൂപ്പരപ്പിൽ മുളച്ചതാണ് ഇത്രയും അപകടത്തിന് കാരണം. ഇവിടെ ഇവരൊക്കെ പറയുന്നത് ഇസ്രായേൽ അവിടെ വന്നു പാർക്കുന്നവരാണ്. ഒരിക്കലുമല്ല. ഇവിടെ ഇസ്രായേൽ ആയാലും ഇസ്മായേൽ ആയാലും ഇവരൊക്കെ ഉണ്ടാകുവാൻ കാരണക്കാരായി തീർന്നത് അബ്രഹാമാണ്. ഉലകമാസകലം വിഗ്രഹാരാധനയിൽ നിബിഡമായിരിക്കുന്ന കാലം ദൈവം ഇറാഖിന്റെ കിഴക്കേ മൂലയിൽ ഊർ എന്ന് പറയുന്ന സ്ഥലം, യൂഫ്രാത്തേസ് നദി വന്ന് പസഫിക് ഗൾഫിൽ പതിക്കുന്നതിന് കുറച്ചു മുകളിലായി ഊർ എന്ന പട്ടണത്തിൽ പാർത്തിരുന്ന അബ്രഹാമിനെ ദൈവം വന്ന് വിളിക്കുകയാണ്. അതാണ് നമ്മൾ ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ കാണുന്നത്. യഹോവ അബ്രഹാമിനോട് അരുളിച്ചത് എന്തെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ടു പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോക. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും. നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും എന്ന സന്ദേശം നൽകി ദൈവം അബ്രഹാമിനെ വിളിച്ചിറക്കി കൊണ്ടുവരികയാണ്. നാളുകൾ ചിലത് കഴിഞ്ഞിട്ടും അബ്രഹാമിന് ഒരു കുഞ്ഞു പോലും ലഭിച്ചിട്ടില്ല. 15-ാം അധ്യായത്തിൽ എത്തുമ്പോൾ അബ്രഹാം ദൈവത്തോട് 2 ചോദ്യം ചോദിക്കുകയാണ്. ഒന്ന്, എനിക്ക് കുഞ്ഞുങ്ങൾ ലഭ്യമാകുമെന്ന് എങ്ങനെ അറിയാം? കർത്താവ് അവനെ വിളിച്ച് വീടിന്റെ പുറത്ത് കൊണ്ടിറക്കി ആകാശത്തെ കാണിച്ചിട്ട് ചോദിക്കുകയാണ്, ഈ നക്ഷത്രങ്ങൾ എണ്ണാൻ നിനക്ക് കഴിയുമോ? അയാൾ പറഞ്ഞില്ല, ഇതുപോലെ ഞാൻ നിനക്ക് മക്കളെ തരും. അത് അയാൾ വിശ്വസിച്ചു. അത് നീതിയായി കർത്താവ് കണക്കിട്ടു എന്നാണ് അവിടെ പറയുന്നത്. എന്ന് പറഞ്ഞാൽ അയാൾ അത് വിശ്വസിക്കുക മാത്രമേ ചെയ്തുള്ളൂ. അതിനെ ദൈവം നീതിയായി കണക്കിട്ട് അയാൾക്ക് മക്കളെ കൊടുക്കാൻ തുടങ്ങി. അബ്രഹാമും സാറയും മരിച്ചു കഴിഞ്ഞിട്ടും അബ്രഹാമിന്റെ തലമുറ ഇപ്പോഴും ജനിച്ചുകൊണ്ടിരിക്കുകയാണ്. 2-ാമത്തെ ചോദ്യം, എനിക്ക് ഈ നാട്, കനാൻ നാട് കിട്ടുമെന്ന് എങ്ങനെ അറിയാം? കനാനിൽ ഇസ്രായേൽ പാർത്തിരിക്കുന്ന സമയമാണ് ഈ സംസാരം. കർത്താവിനോട് ചോദിക്കുകയാണ്, എനിക്ക് എങ്ങനെ അറിയാം ഈ സ്ഥലം കിട്ടുമെന്ന്? കർത്താവ് അവിടെ ഒരു ഉടമ്പടി ചെയ്യുകയാണ്. അതിന്റെ മൊത്തം ഭാഗം ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400 സംവത്സരം പ്രവാസികളായിരുന്ന ആ ദേശക്കാരെ സേവിക്കും. അവർ അവരെ പീഡിപ്പിക്കുമെന്ന് നീ അറിഞ്ഞുകൊള്ളുക.
ഇത് ഈജിപ്തിൽ സംഭവിച്ചു. ജോസഫിന്റെ കാലത്ത് ഇസ്രായേൽ ഈജിപ്തിലേക്ക് പോയി. 1406 ഇസ്രായേൽ ഈജിപ്തിൽ നിന്നും മടങ്ങി വന്നു. എന്നാൽ അവർ സേവിക്കുന്ന ജാതിയെ ഞാൻ വിധിക്കും. അതിന്റെ ശേഷം അവർ വളരെ സമ്പത്തോടുകൂടെ പുറപ്പെട്ടു പോരും. നീയോ സമാധാനത്തോടെ നിന്റെ പിതാക്കന്മാരോട് ചേരും. നല്ല വാർദ്ധക്യത്തിൽ അടക്കപ്പെടും. 4ാം തലമുറക്കാർ ഇവിടേക്ക് മടങ്ങി വരും. അമോര്യരുടെ അക്രമം ഇതുവരെ തികഞ്ഞിട്ടില്ല എന്നരുളി ചെയ്തു. കനാലിൽ പാർത്തിരുന്ന ജാതികളുടെ പാപം തികയുന്നതുവരെ 400 കൊല്ലം ദൈവം ഇസ്രായേലിനെ ഈജിപ്തിൽ നിർത്തിയിരുന്നു. പിൽക്കാലത്ത് ഈജിപ്തിൽ നിന്ന് വിളിച്ചിറക്കിക്കൊണ്ടുവരുമ്പോൾ ഫറവോനെയും സൈന്യത്തെയും ചെങ്കടലിൽ മുക്കി കൊന്നിട്ട് ഇസ്രായേലിനെ ചെങ്കടൽ ക്രോസ് ചെയ്യിപ്പിച്ച് സിനായ് പെന്നിൻസുലയുടെ അറ്റത്തൂടെ നടത്തി അവനെ യോർദാൻ കടത്തി കനാനിലേക്ക് കൊണ്ടുവരുമ്പോൾ കനാനിൽ 31 രാജാക്കന്മാരെ കൊന്നുകൊണ്ട് ആ ദേശം തിരിച്ചു പിടിച്ച് കർത്താവ് ഇസ്രായേലിന് ഒരിക്കൽ നൽകിയതാണ്. BC 1406. അന്ന് ഈ പറഞ്ഞ നബി ജനിച്ചിട്ട് പോലുമില്ല. ഇനി കേൾക്കൂ 17ാം വാക്യം. സൂര്യൻ അസ്തമിച്ച് ഇരുട്ടായ ശേഷം ഇതാ പുകയുന്ന തീച്ചുള ആ ഭാഗങ്ങളുടെ നടുവെ ജ്വലിക്കുന്ന ഒരു പന്തം കടന്നുപോയി. അബ്രഹാം പിളർത്തി വെച്ചിരുന്ന മൃഗങ്ങളുടെ ഉടലുകളുടെ നടുവിലൂടി ഒരു തീപ്പന്തം കടന്നുപോയി. അന്ന് യഹോവ അബ്രഹാമിനോട് ഒരു നിയമം ചെയ്തു. നിന്റെ സന്തതിക്ക് ഞാൻ മിസ്രയീം നദി തുടങ്ങി ഫ്രാത്ത് നദിയായ മഹാനദി വരെയുള്ള ഈ ദേശത്തെ കേന്യർ, കെനിസ്യർ, കത്മോന്യർ, ഹിത്യർ, പെരിസ്യർ, രഭായിമ്യർ, അമോര്യർ, കനാന്യർ, ഗിർഗശ്യർ, യബൂസ്യർ എന്നിവയുടെ ദേശത്തെ തന്നെ തന്നിരിക്കുന്നു എന്ന് അരുളി ചെയ്തു. വളരെ മനോഹരമായി ദൈവം അബ്രഹാമിന് വാക്ക് പറഞ്ഞതാണ് ഈ സ്ഥലം. ഇത് ഗൗരവത്തോടുകൂടി നമ്മൾ തിരിച്ചറിയേണ്ടുന്ന ഒരു സത്യമാണ്. അപ്പോൾ ദൈവം അബ്രഹാമിന് വാക്ക് പറഞ്ഞത് നൈൽ നദി മുതൽ യൂഫ്രട്ടീസ് നദി വരെ എന്ന് പറഞ്ഞാൽ മനോഹരമായ വലിയ ദേശം. ഇതിന്റെ ഒരു അറ്റം മാത്രമേ ഇന്നും ഇസ്രായേലിന് ലഭിച്ചിട്ടുള്ളൂ എന്നത് ഖേദകരമായ ഒരു കാര്യമാണ്. അത് ഇസ്രായേലിന്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ്. അപ്പോൾ സ്വാഭാവികമായി നമുക്ക് ചോദിക്കാൻ വകയുണ്ട്, ഞങ്ങളുടെ അപ്പനാണ് അബ്രഹാമും. അങ്ങനെയാണ് ഇപ്പോ നബിയുടെ ആൾക്കാർ പറഞ്ഞത്, ഞങ്ങളുടെ വകയാണ്, ഞങ്ങളുടെ അപ്പനാണ് അബ്രഹാമും, അപ്പൊ ഞങ്ങൾക്കും ഇത് അവകാശപ്പെട്ടതല്ലേ? ചോദ്യത്തിന് മറുപടി പറയാം. അബ്രഹാമിന് വാഗ്ദത്തത്തിൽ ജനിച്ച മകൻ ഇസഹാക്കും ഇസഹാക്കിന് വാഗ്ദത്ത പ്രകാരം വരുന്ന മകൻ യാക്കോബുമാണ്. ഇതിൽ അബ്രഹാമിൽ വെപ്പാട്ടിയിൽ ജനിക്കുന്നയാളാണ് ഇസ്മായിൽ. ആദ്യജാതൻ എന്ന പദവി നഷ്ടപ്പെടുത്തിയ ആളാണ് ഏശാവ്. അപ്പൊ അവരുടെ ലൈനിലാണ് ഇപ്പറഞ്ഞ നബിയുടെയും ഇസ്ലാമിന്റെയും ഒക്കെ ജനനം. അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ എന്റെ അടുത്ത വർത്തമാനം, ഇസ്മായിലിന് ദൈവം ഈ ലോകം തരാമെന്ന് എവിടെയെങ്കിലും വാക്ക് പറഞ്ഞിട്ടുണ്ടോ? ഉള്ളതായി കാണുന്നില്ല. എന്നാൽ അബ്രഹാമിന്റെ കാലം കഴിഞ്ഞ് ഇസഹാക്കും, ഇസഹാക്കിന്റെ കാലം കഴിഞ്ഞത് യാക്കോബിലേക്കും പോകുന്നതായി നമുക്ക് തിരുവഴുത്തിൽ കാണാം. ഇവിടെ ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, അനന്തരം ഇസഹാക്ക് യാക്കോബിനെ വിളിച്ച് അവനെ അനുഗ്രഹിച്ചു, അവനോട് ആജ്ഞാപിച്ച് പറഞ്ഞത്, നീ കനാന്യ സ്ത്രീകളിൽ നിന്ന് ഭാര്യ എടുക്കരുത്. പുറപ്പെട്ട് പദനാരാമിൽ നിന്റെ അമ്മയുടെ അപ്പനായ ബഥൂവേലിന്റെ വീട്ടിൽ ചെന്ന് നിന്റെ അമ്മയുടെ സഹോദരനായ ലാബാന്റെ പുത്രിമാരിൽ നിന്ന് നിനക്ക് ഭാര്യ എടുക്കുക. സർവശക്തനായ ദൈവം നിന്നെ അനുഗ്രഹിക്കുകയും നീ ജനസമൂഹമായി തീരത്തക്കവണ്ണം നിന്നെ സന്താനപുഷ്ടിയുള്ളവനായി പെരുക്കുകയും ദൈവം അബ്രഹാമിന് കൊടുത്തതും നീ പരദേശിയായി പാർക്കുന്നതുമായ ദേശം നീ കൈവശമാക്കേണ്ടതിന് അബ്രഹാമിന്റെ അനുഗ്രഹം നിനക്കും നിന്റെ സന്തതിക്കും തരികയും ചെയ്യുമാറാകട്ടെ. കണ്ടോ, അബ്രഹാമിന്റെ വാഗ്ദത്ത സന്തതി ആ അനുഗ്രഹം ഇവിടെ ഷെയർ ചെയ്യുകയാണ്. ഇനി നിങ്ങൾ നോക്കൂ, യാക്കോബിന് സംഭവിച്ചത് എന്താണെന്നറിയാം. യാക്കോബ് അവിടെ നിന്ന് അപ്പൻ പറഞ്ഞതനുസരിച്ച് യാത്ര ചെയ്ത് നേരെ ലൂസിലേക്ക് എത്തി. എന്ന് പറഞ്ഞാൽ യാക്കോബിന് ഇസഹാക്ക് താമസിക്കുന്നിടത്ത് നിന്ന് ഹാരാൻ വരെ എത്തണമെങ്കിൽ, ഇന്നത്തെ തുർക്കിയിലെ ബോർഡറാണ് ഹാരാൻ, ഹാരാനിലേക്ക് എത്തണമെങ്കിൽ 460 മൈലുകളുണ്ട്. യാക്കോബ് ഇസഹാക്കിന്റെ അടുക്കൽ നിന്ന് യാത്ര ചെയ്ത് ഒരു ദിവസത്തെ യാത്ര കടക്കുമ്പോൾ ലൂസിലെത്തുകയാണ്. എന്ന് പറഞ്ഞാൽ 45 മൈൽ, 60-ലധികം കിലോമീറ്റേഴ്സ് അയാൾ യാത്ര ചെയ്തു ഒറ്റ ദിവസം കൊണ്ട്. അവിടെ എത്തുമ്പോൾ രാത്രിയായി. അയാൾ ഒരു കല്ല് തലയണയായി വെച്ച് അവിടെ കിടന്നുറങ്ങി. രാത്രിയിൽ അയാൾ ഒരു ദർശനം കാണുകയാണ്. സ്വർഗം തുറന്നിരിക്കുന്നു, ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു. അതിന്റെ മീതെ നിന്ന് യഹോവ അരുളി ചെയ്യുന്നത് അയാൾ കേൾക്കുകയാണ്. 13-ാം വാക്യം, അതിന്മീതെ യഹോവ നിന്ന് അരുളി ചെയ്തത്, ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവുമായ യഹോവയാകുന്നു. കണ്ടോ, ഇവിടെ ഇസ്മായിൽ ചേട്ടനെയും ഏശാവിനെ ഒന്നും പറയുന്നില്ല. സ്പെസിഫിക് ആയിട്ട് അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും ദൈവമായ യഹോവയാകുന്നു. നീ കിടക്കുന്ന ഭൂമിയെ ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും തരും. നിന്റെ സന്തതി ഭൂമിയിലെ പൊടി പോലെയാകും.
നീ പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും വടക്കോട്ടും തെക്കോട്ടും പരക്കും. നീ മുഖാന്തിരവും നിന്റെ സന്തതി മുഖാന്തിരവും ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ പോകുന്നിടത്തൊക്കെയും നിന്നെ കാത്ത് ഈ രാജ്യത്തേക്ക് നിന്നെ മടക്കി വരുത്തും. ഞാൻ നിന്നെ കൈവിടാതെ നിന്നോട് അരുളി ചെയ്തത് നിവർത്തിക്കും. ഇത് മനോഹരമായ കാര്യമാണ്. ഇത് ദൈവം അബ്രഹാമിന് കൊടുത്ത വാക്കിനെ ഇസഹാക്കിലേക്കും, ഇസഹാക്കിൽ നിന്ന് യാക്കോബിലേക്കും, യാക്കോബിൽ നിന്ന് അവരുടെ മക്കളിലേക്കും കൈമാറുന്നത് നമുക്കറിയാം. ഇത്ര കൃത്യമായി ദൈവം ഇസ്രായേലിന് വാക്ക് പറഞ്ഞിട്ടുള്ളതാണ് സുഹൃത്തെ ഈ സ്ഥലം. എന്നാൽ ഇസ്മായിൽ എന്താണ് വാക്ക് പറഞ്ഞിരിക്കുന്നത്? 15-ാം അധ്യായത്തിൽ ദൈവം അബ്രഹാമിന് കുഞ്ഞിനെ കൊടുക്കുമെന്ന് വാക്ക് പറഞ്ഞിട്ടും അതുവരെ കാത്തിരിക്കാൻ തയ്യാറാകാതെ പോയ അബ്രഹാം എടുത്തു ചാടി സാറ പറഞ്ഞത് കേട്ട് ഈജിപ്തിൽ നിന്ന് വന്ന ഹാഗാർ എന്ന ദാസിയിൽ ഒരു കുഞ്ഞ് ജനിപ്പിക്കുവാൻ നിർബന്ധിതനായി. അങ്ങനെ ജനിച്ചതാണ് ഇസ്മായിൽ. അയാളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായത്തിലുണ്ട്. ഹാഗാർ ഗർഭവതിയായി കഴിഞ്ഞപ്പോൾ സാറ പറഞ്ഞ് അവളെ പുറത്താക്കണം. അങ്ങനെ അവൾ പുറത്തു പോകുന്ന ഒരു രംഗം നമ്മൾ കാണുകയാണ്. സാറയാണ് അബ്രഹാമിന് ഹാഗാറിനെ കൊടുത്തതെങ്കിലും അവൾ ഗർഭിണിയായി കഴിഞ്ഞപ്പോൾ സാറയ്ക്ക് ഇവളെ നിന്ദിതയായി തോന്നി. അവളെ ഉപദ്രവിക്കാൻ തുടങ്ങി. അവസാനം ഹാഗാർ വീട്ടുവിട്ട് ഇറങ്ങിപ്പോവുകയാണ്. വഴിക്ക് വെച്ച് ദൈവത്തിന്റെ ദൂതൻ ഹാഗാറിനെ കണ്ട് അവളോട് സംസാരിക്കുകയാണ്. 9-ാം വാക്യം, യഹോവയുടെ ദൂതൻ അവളോട് നിന്റെ യജമാനത്തിയുടെ അടുക്കൽ മടങ്ങിച്ചെന്ന് അവൾക്ക് കീഴടങ്ങിയിരിക്ക എന്ന് കൽപ്പിച്ചു. യഹോവയുടെ ദൂതൻ പിന്നെയും അവളോട് ഞാൻ നിന്റെ സന്തതിയെ ഏറ്റവും വർദ്ധിപ്പിക്കും, അത് എണ്ണിക്കൂടാതെ വണ്ണം പെരുപ്പമുള്ളതായിരിക്കും. നീ ഗർഭിണിയല്ലോ, നീ ഒരു മകനെ പ്രസവിക്കും. യഹോവ നിന്റെ സങ്കടം കേൾക്കൊണ്ട് അവൻ ഇസ്മായിൽ എന്ന് പേർ വിളിക്കണം. അവൻ കാട്ടുകഴുതയെ പോലെയുള്ള മനുഷ്യനായിരിക്കും. എന്ത് നല്ല പ്രവചനമാണെന്ന് നോക്കിയേ. അറബിക്ക് കൊടുത്ത ദൂതാണ്. അവൻ കാട്ടുകഴുതയെ പോലെ ഇരിക്കും. വല്ല വ്യത്യാസമുണ്ടോ? ഈ കഴുതയുടെ പുറകെ നടന്ന കേരളത്തിലുള്ള നല്ല മനുഷ്യർ പോലും ഇന്ന് ഈ കഴുതയുടെ സ്വഭാവം കാണിക്കുകയാണ്. അതിലെന്തെങ്കിലും സംശയമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു സംശയമില്ല. നമ്മൾ ഞെട്ടിപ്പോകും. എന്താ ഇവരുടെ സ്വഭാവം ഇങ്ങനെ ആയിപ്പോയത്? എന്താ ഇവരുടെ വർത്തമാനം ഇങ്ങനെ ആയിപ്പോയത്? അവർക്ക് അങ്ങനെ വർത്തമാനം പറയാനേ നിവർത്തിയുള്ളൂ. കാരണം അവർ ഒരു കാട്ടുകഴുതയുടെ പുറകെ കൂടിയിരിക്കുകയാണ്. ദേ ഇവിടെ പറഞ്ഞിരിക്കുന്നുണ്ടോ, അവൻ കാട്ടുകഴുതയെ പോലെയുള്ള മനുഷ്യനായിരിക്കും. അവന്റെ കൈ എല്ലാവർക്കും വിരോധമായും എല്ലാവരുടെയും കൈ അവന് വിരോധമായും ഇരിക്കും. കണ്ടോ, അവന്റെ കൈ എല്ലാവർക്കും വിരോധമാണ്. കേരളത്തിൽ തന്നെ ഇത്ര അസ്വസ്ഥത ഈ കാട്ടുകഴുതയുടെ കൂടെ ജീവിക്കുന്നവർ കാണിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൽ ഖേദമുണ്ട്. ഒരു ഭാഗത്ത് മലയാളിയാണ്, വിദ്യാഭ്യാസമുള്ളവരാണ് എന്നൊക്കെ പറയുമ്പോൾ എന്തുകൊണ്ട് അവരിങ്ങനെ കാണിക്കുന്നു എന്ന് ചോദിച്ചാൽ ഈ കാട്ടുകഴുതയുടെ സ്വഭാവം അങ്ങനെയാണ്. പക്ഷേ ഭാഗ്യവശാൽ കേരളത്തിലെ മലയാളി കൂട്ടത്തിൽ നിന്ന് അനേകർ ഇപ്പോൾ സത്യം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അവരിതിനെ വലിച്ചെറിയാൻ തുടങ്ങിയിരിക്കുന്നു. ഹിജാബും പർദയും ഒക്കെ പലരും വലിച്ചു കളയാൻ തുടങ്ങി. പലരും ഈ ഫിലോസഫി അടങ്ങിയ ഗ്രന്ഥം തന്നെ കത്തിച്ചു കളയാൻ തുടങ്ങി. കഴിഞ്ഞ ദിവസം ഞാൻ നോർത്തേൺ കേരളത്തിലെ ഒരു ദൈവദാസനെ കാണുമ്പോൾ പറഞ്ഞത്, അയാളുടെ ചർച്ചിൽ 6 or 7 ഫാമിലി തന്നെ രക്ഷിക്കപ്പെട്ട് കയറിയിരിക്കുന്നു. യമുക്കളുടെ കൃത്യമായ ക്ലാസ് എടുക്കലുകളും നിരീശ്വരവാദികളുടെ വളരെ ഭംഗിയായ വിശദീകരണങ്ങളും ക്രൈസ്തവ പുരോഹിതന്മാരുടെ സംവാദങ്ങളും വന്നപ്പോൾ ആകെ വെള്ളം കുടിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് ഈ മതവും ഗ്രന്ഥവും ചെന്നെത്തി. കാട്ടുകഴുതയ്ക്ക് നിക്കക്കള്ളി ഇല്ലാത്തൊരനുഭവം ഉണ്ടായി. ഒരല്പമെങ്കിലും ചിന്തിക്കാൻ ത്രാണിയുള്ള എല്ലാവരും മതം വിടുവാൻ തയ്യാറായി. അവർ ഗുണം പിടിക്കുവാൻ തയ്യാറായി. പക്ഷെ ഇപ്പോഴും ഖൊമേനിക്ക് മനസ്സിലാവുന്നില്ല. ഖൊമേനി ഇതേ മരണത്തിലേക്ക് ചെന്നടുക്കുകയാണ്. ഖൊമേനി ഇപ്പോൾ സ്വപ്നം കാണുന്നത് ഒന്ന് മാത്രമാണ്. പെട്ടെന്ന് ഖൂറികളുടെ അടുക്കലേക്ക് പോകാൻ പോവുകയാണ്. ഉയർന്ന നിതംബങ്ങളുള്ള ഖൂറികളുടെ അടുക്കലേക്ക്, ഒരിക്കലും മടുപ്പ് വരാത്ത അത്തറിന്റെ മണമുള്ള എന്തൊക്കെയോ സംഭവങ്ങൾ എപ്പോഴും കിട്ടുമെന്ന് കൊതിച്ച് ഖൊമേനി പരവതാനിയിൽ നിവർന്നു കിടക്കുകയാണ്. ഇസ്രായേലെ, ഒന്ന് വന്ന് കൊല്ലൂ, ഞാൻ ഖൂറി മടിയിലേക്ക് പോകട്ടെ എന്ന ചിന്തയോടുകൂടി. എത്ര കഷ്ടമാണ്. ഖൊമേനിയും യേശുവിന്റെ രക്തത്താൽ രക്ഷിക്കപ്പെട്ടാൽ അയാൾക്ക് വേദപുസ്തകം കൊടുക്കുന്ന വില മുഴു ലോകത്തെക്കാളും വിലയാണ്. ആ മനുഷ്യരും രക്ഷിക്കപ്പെട്ടെങ്കിൽ എത്ര നന്നായിരുന്നു. അയാൾക്ക് വേണ്ടിയും കർത്താവായ യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ രക്തം ചിന്തിയിരിക്കുന്നു. പക്ഷെ ആ മനുഷ്യനത് തിരിച്ചറിയുന്നില്ല. എത്ര ജീവിതങ്ങൾ കർത്താവിനെ തിരിച്ചറിയാൻ കഴിയാതെ നശിച്ചു പോകുന്നു. ഇത് കാണുമ്പോൾ വാസ്തവത്തിൽ ഖേദമുണ്ട്. തിരുവെഴുത്ത് പറയുകയാണ്, അവൻ കാട്ടുകഴുതയെ പോലെയുള്ള മനുഷ്യനായിരിക്കും. അവന്റെ കൈ എല്ലാവർക്കും വിരോധമായി, എല്ലാവരുടെയും കൈ
അവന് വിരോധമായും ഇരിക്കും. അവൻ തന്റെ സകല സഹോദരന്മാർക്കും എതിരെ പാർക്കും. കണ്ടോ, സകല സഹോദരന്മാർക്കുമെതിരെ അവൻ പാർക്കുമെന്ന് തിരുവെഴുത്ത് പറയുകയാണ്. ഇതിലൊരു വ്യത്യാസവും വരില്ല സുഹൃത്തുക്കളെ. ഈ എതിരെ പാർക്കും എന്നതിന് കർത്താവായ യേശുക്രിസ്തു ഇസ്രായേലിനെ രക്ഷിക്കുവാൻ വേണ്ടി വന്നു. അവൻ തള്ളിക്കളയുമ്പോൾ ലോകത്തെ രക്ഷിക്കുന്ന പദ്ധതിയുമായി കർത്താവ് എല്ലാവർക്കും മുമ്പിൽ വാതായനങ്ങൾ തുറന്നിട്ടു. ആ രക്ഷ മാനവകുലത്തിലേക്ക് ആഴ്ന്നിറങ്ങിപ്പോകുന്നത് കണ്ടിട്ട് അതിനെ തടുക്കുവാൻ ആദ്യ ശ്രമങ്ങൾ നടത്തിയെങ്കിലും പരാജയപ്പെട്ടു. പിൽക്കാലത്ത് ദുരുപദേശങ്ങൾ കടന്നു കയറി ദൈവസഭയായിരുന്ന സഭകൾ റോമൻ കാത്തലിക്കായി രൂപാന്തരപ്പെട്ടു. ക്രിസ്തു മാർഗം പിൽക്കാലത്ത് മതമായി അധപ്പതിക്കപ്പെട്ടു. അതിനറിയപ്പെടുന്ന പേരാണ് റോമൻ കാത്തലിക്. തിരുവചനവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു സംവിധാനം. അവകൾക്ക് ലോകത്തെ അത്ര കണ്ട് സ്വാധീനിക്കാൻ കഴിയില്ലെന്നും കൂട്ടത്തോടെ ജനത്തെ നരകത്തിലേക്ക് കൊണ്ടുപോകുവാൻ കഴിയില്ലെന്നും കണ്ടിട്ടാണ് ചെകുത്താൻ AD 500-കളിൽ ഒരു പുതിയ മതത്തിന് രൂപം നൽകിയത്. അതാണ് ഇസ്ലാം മതം. അതിലൂടെ ലോകത്തിൽ അനേകം ജനത്തെ കൂട്ടത്തോടെ ക്രിസ്തുവിലൂടെയുള്ള രക്ഷ പ്രാപിക്കാത്ത വിധം കണ്ണടച്ചു പിടിച്ച് നരകത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്നു. അവർ ലൗകികന്മാരാകയാൽ ലൗകികമായത് കേൾക്കുന്നു എന്ന് വചനം പറയുന്നത് പോലെ ഈ ജനം ലൗകികതയും ലൈംഗികതയും അടങ്ങിയ ഒരു സ്വർഗം സ്വപ്നം കണ്ടുകൊണ്ട് തെരുവുകളിൽ മരിച്ചു വീഴുന്നു. ഇസ്രായേലിനെ മുഴുവൻ കൊന്നൊടുക്കിയാലേ രക്ഷയുണ്ടാകൂ എന്ന് ആ കാട്ടുകഴുത പഠിപ്പിച്ച അതേ സാധനം ഈ ജനത്തിന്റെ മനസ്സുകളിൽ എങ്ങനെയോ വന്നുപെട്ടിരിക്കുന്നു. ഇവർ നല്ല മനുഷ്യരാണ്, പക്ഷേ തിന്മയായ ഫിലോസഫി അവരുടെ മസ്തിഷ്കങ്ങളിൽ ക്യാൻസർ പോലെ ബാധിച്ചിരിക്കുന്നു. അവകൾ മാറിയാൽ ഈ ജനം എത്ര നല്ല ജനമാണ്. പക്ഷെ അവരുടെ ഉള്ളിൽ പിടിപെട്ടിരിക്കുന്ന അർബുദം വല്ലാത്തൊരു വിഷമാണ്. അത് മാറി ഈ ജനം രക്ഷപ്പെടാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോന്നോരോന്നായി ഇസ്രായേൽ എന്ന വലിയ തീപ്പന്തത്തിന് മുകളിൽ ചെന്ന് ഈയാമ്പാറ്റകൾ പോലെ കരിഞ്ഞു വീണുകൊണ്ടിരിക്കുന്നു. ലോകം മുഴുവൻ സത്യമാർഗത്തിലാകുമെന്ന തെറ്റിദ്ധാരണയോടുകൂടി വ്യാജമാർഗത്തെ ലോകത്തിലെമ്പും പ്രചരിപ്പിക്കുവാൻ ശത്രുവായവൻ പിശാചിന്റെ സപ്പോർട്ടോടുകൂടി അതീവ ജാഗ്രതയോടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. മുഴുവൻ തിന്മകളെയും തൂത്തു തുടച്ച് പുറത്തു കളയുവാൻ ഇസ്രായേൽ ജാഗ്രതയോടെ നിൽക്കുന്നു. അവനെ കൊണ്ടതാവില്ല. ലോകത്തെ മുഴുവൻ രക്ഷിച്ചെടുക്കാൻ, ലോകത്തെ മുഴുവൻ തിന്മയിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ ക്രിസ്തുവിന് മാത്രമേ കഴിയൂ. പക്ഷെ ക്രിസ്തു ഇവിടെ മറയ്ക്കപ്പെട്ടിരിക്കുന്നു. മോശ മരുഭൂമിയിൽ താമ്രസർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനായ യേശു ക്രിസ്തുവിനെ ഉയർത്തുവാൻ കഴിഞ്ഞാൽ എല്ലാവർക്കും രക്ഷിക്കപ്പെടുവാൻ കഴിയും. മരണത്തെയും പാതാളത്തെയും ജയിച്ച ഒരുവനേ ഉള്ളൂ, അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അവൻ വെറും പ്രവാചകനല്ല, അവൻ വെറും പുരോഹിതനല്ല, അവൻ വെറും രാജാവല്ല, അവൻ ലോകത്തിന്റെ രക്ഷകനാണ്. അതുകൊണ്ടാണ് പത്രോസ് ഇപ്രകാരം വിളിച്ചു പറയുന്നത്, മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമമില്ലേ ഇല്ല. ആ നാമത്തെ മറച്ചു പിടിക്കുവാൻ, മുമ്പിലേക്ക് വരുന്ന ഏത് ഫിലോസഫിയെയും മാറ്റി നിർത്തുവാൻ നമുക്ക് കഴിയണമെന്നാണ് എനിക്ക് പറയുവാനുള്ളത്. ഏതായാലും നമുക്ക് ജാഗ്രതയോടെ ലോകത്തിന്റെ രക്ഷയ്ക്കായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കാം. ഖൊമേനിയെ ഇസ്രായേൽ കൊല്ലാതിരിക്കട്ടെ. ഖൊമേനി യേശുവിന്റെ രക്തത്താൽ രക്ഷിക്കപ്പെടട്ടെ. അയാൾക്ക് വേണ്ടി കർത്താവ് ഒരുക്കിയിരിക്കുന്ന നിത്യതയിലേക്ക് അയാൾ ചെല്ലട്ടെ. അയാൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. ബെഞ്ചമിൻ നെതന്യാഹുവും രക്ഷിക്കപ്പെടുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ എല്ലാ ജനങ്ങളും രക്ഷിക്കപ്പെട്ട് സ്വർഗരാജ്യത്തിലെത്തുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. തമ്മിലടിച്ച് നരകത്തിൽ പോയി നശിച്ചു പോകാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഇവരെല്ലാം ഇങ്ങനെ ഇളക്കി വിട്ടുകൊണ്ടിരിക്കുന്നത് പിശാചാണ്. ആ പിശാചിന്റെ കൂടെ നിൽക്കുന്നത് കൊണ്ടാണ് ഇവരെല്ലാം തമ്മിലടിക്കുന്നതും ഇതൊക്കെ ചെയ്യുന്നതും. ഒടുവിൽ സംഭവിക്കാൻ പോകുന്നത്, ഇവരെ ഇത്തരത്തിൽ ഇളക്കി വിട്ടുകൊണ്ടിരിക്കുന്ന പിശാചുകൾ എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെയും ഇസ്മായേലിനെയും ഒരുപോലെ ഇളക്കി വിട്ടുകൊണ്ടിരിക്കുന്നത് പിശാചുക്കളാണ്. ആ പിശാചുക്കൾ ഈ ജനം ചെല്ലുന്ന നരകത്തിലേക്കാണ് ആ പിശാചുക്കളും ചെല്ലുന്നത്. ആ പിശാചുക്കൾ നരകത്തിലേക്ക് ചെല്ലുമ്പോൾ ഇങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നത്. യെശയ്യാ പ്രവചനം 14-ാം അധ്യായം 9 മുതലുള്ള വാക്യങ്ങൾ. നിന്റെ വരവിങ്കൽ നിന്നെ എതിരേൽപ്പാൻ താഴെ പാതാളം നിന്റെ നിമിത്തം ഇളകിയിരിക്കുന്നു. പിശാചിനെ കുറിച്ച് പറയുകയാണെ, അത് നിന്നെ ചൊല്ലി സകല ഭൂപാലന്മാരുമായുള്ള പ്രേതന്മാരെ ഉണർത്തുകയും ജാതികളുടെ സകല രാജാക്കന്മാരെയും സിംഹാസനങ്ങളിൽ നിന്ന് എഴുന്നേൽപ്പിക്കുകയും ചെയ്യുന്നു. ഇത് പിശാച് ചെയ്യുന്ന പരിപാടിയാണ്. ഒരു രാജാക്കന്മാരെയും സിംഹാസനത്തിൽ ഇരുത്തുന്നില്ല, എണീറ്റുന്ന അടിയാണ്.
അവരൊക്കെയും നിന്നോട്, ആരൊക്കെയും? ഈ രാജാക്കന്മാർ, ഇവരൊക്കെ ഭയങ്കര യുദ്ധം ചെയ്യുകയാണ്. ഇവരൊക്കെ അവസാനം നരകത്തിൽ ചെല്ലുമ്പോൾ ചെകുത്താനും അവിടെ ചെല്ലുമ്പോൾ അവര് പറയാണ്, നീയും ഞങ്ങളെപ്പോലെ ബലഹീനനായോ? പിശാചിനോട് ചോദിക്കുക, സാക്ഷാൽ പിശാചിനോട് ചോദിക്കുക, നീയും ഞങ്ങളെപ്പോലെ ആയോ? നീയും ഞങ്ങൾക്ക് തുല്യനായി തീർന്നു പോ എന്ന് പറയും. നിന്റെ ആഡംബരവും വാദ്യഘോഷവും പാതാളത്തിലേക്ക് ഇറങ്ങിപ്പോയി. നിന്റെ കീഴെ പുഴുക്കളെ വിരിച്ചിരിക്കുന്നു, കൃമികൾ നിനക്ക് പുതപ്പായിരിക്കുന്നു. കണ്ടോ, ഇതാണ് ഇവരെ കുറിച്ച് നരകത്തിൽ ചെല്ലുമ്പോൾ കേൾക്കാൻ പോകുന്ന പാട്ടെന്ന് പറയുന്നത്. ഈ പൈശാചിക ശക്തികളാണ് മാനവകുലത്തെ മുഴുവൻ തമ്മിലടിപ്പിച്ചും അസമാധാനത്തിലിട്ടും എങ്ങനെങ്കിലും നരകത്തിൽ കൊണ്ടുപോകുവാനുള്ള തീവ്ര ശ്രമം നടത്തുന്നത്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നത് മനുഷ്യന് നരകത്തിലേക്ക് പറഞ്ഞു വിടുവാനല്ല, ക്രിസ്തുവിലുള്ള നിത്യസമാധാനത്തിൽ ഇവിടെ ജീവിച്ച് പ്രത്യാശയോടും സന്തോഷത്തോടും ജീവിച്ച് ഈ ഭൂമിയിലെ ജീവിതം തീർത്ത് അക്കരെ നാട്ടിലേക്ക് പോകുവാനാണ്. മാന്യ സുഹൃത്തുക്കളെ, ഈ ഭൂമിയെ കർത്താവ് തീക്കായി സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. താങ്കൾക്കും ഈ തീയിൽ നിന്ന് രക്ഷപ്പെടാം. മറ്റൊരുത്തരും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമമില്ല. മരണത്തെ ജയിച്ച മറ്റൊരു വ്യക്തിയില്ല, പാതാളത്തെ ജയിച്ച മറ്റൊരു വ്യക്തിയില്ല, നമുക്ക് നിത്യജീവൻ നൽകിയ മറ്റൊരാളില്ല. അത് കർത്താവായ യേശുക്രിസ്തു മാത്രം. താങ്കൾക്കും രക്ഷപ്പെടാം യേശുക്രിസ്തുവിലൂടെ. മേ ഗോഡ് ബ്ലെസ് എവരിബഡി.